തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് നിലവിലൊരു വിലയിരുത്തൽ. കാരണം അമേഠിയിലെ പരാജയഭീതി തന്നെയാണ് രാഹുൽ ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നതിന് പിന്നിൽ എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യം കൂടി വിലയിരുത്തുകയാണെങ്കിൽ അങ്ങനെയൊരു പ്രതീതി ഉണ്ടാക്കുന്നതല്ലേ നിലവിലെ ഒരു തീരുമാനം? നിമ്മി, രണ്ട് തരത്തിൽ നമ്മളതിനെ കാണണം. ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതിനെ നമുക്ക് കാണാം. ഒന്ന്, ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ ചോദ്യവുമായിട്ടും നമ്മളതിനെ കാണണം. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ചോദ്യമാണെങ്കിൽ നിലവിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ദേശീയ തലത്തിൽ എതിർക്കുന്ന ഒരു BJP ശക്തി കേന്ദ്രത്തിൽ പോയി മത്സരിക്കാത്തത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJPക്കെതിരെയുള്ള ഒരു കരുത്തനായ ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റണ്ണർ എന്ന രീതിയിലാണ് ഈ ഒരു സഖ്യകക്ഷിയിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനോടൊപ്പം CPI ആണെങ്കിലും CPM ആണെങ്കിലും ഇനി മഹാഗഠബന്ധനിലൂടെ വരുന്ന SP ആണെങ്കിലും BSP ആണെങ്കിലും ഒക്കെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ BJPക്കെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന CPI മത്സരിക്കുന്ന വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുവെന്ന വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഒരു ദേശീയ നേതാവ് ആ സംസ്ഥാനത്തിലെ മുഴുവൻ മണ്ഡലങ്ങളെയും ഉണർത്താൻ പര്യാപ്തമായ രീതിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലമാവണം. നിലവിൽ വാരണാസിയിലേക്ക് നരേന്ദ്രമോദി 2014 വരുമ്പോൾ 80 സീറ്റുകളെ ലക്ഷ്യമാക്കിയാണ് നരേന്ദ്രമോദി വാരണാസിയിലേക്ക് എത്തുന്നത്, ഉത്തർപ്രദേശിലേക്ക് എത്തുന്നത്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കേരളത്തിൽ ആകെ 20 സീറ്റുകളേ ഉള്ളൂ. അതിൽ തന്നെ ഉറച്ചതെന്ന് പറയാവുന്ന അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് പറയാവുന്ന 15 സീറ്റുകളേ ഉള്ളൂ. ഉറച്ചത് എന്ന് പറയാവുന്ന 4-5 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തേക്ക് വരുന്നത് ഏത് തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. ഇനി ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് വന്നാൽ, നേരത്തെ നിമ്മി സൂചിപ്പിച്ചതുപോലെ ഇത് അമേഠിയിൽ നിന്ന് പരാജയഭീതി കാരണം വയനാട്ടിലേക്ക് വരുന്നു എന്ന പ്രചരണം ഇതിനകം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ BJPയും ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയേണ്ടി വരും. എന്നാൽ അതിൽ നമ്മൾ ഒന്നുകൂടി വിലയിരുത്തുകയാണെങ്കിൽ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സെറ്റപ്പിന് രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു ഗുണം ചെയ്യും, ഒരു ഉണർവ് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു പരിധിവരെ ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളെ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പ്രൊപ്പഗാൻഡ മെഷീനറി വളരെ ശക്തമായി കേരളത്തിൽ വർക്കൗട്ട് ചെയ്യും. നേരത്തെ ഒരു വികസന നായകന്റെ മുഖമാണ് നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആം ആദ്മി ലീഡറുടെ മുഖവുമായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ആദിവാസി ഊരുകളിലേക്ക് പോകുന്ന ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഇതൊക്കെ ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കോൺഗ്രസിൻ്റെ സംഘടനയ്ക്ക് ഉണർവ് നൽകും. പക്ഷേ ഇത് ദേശീയ തലത്തിൽ എത്രമാത്രം കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ അമേഠിയുടെ അവസ്ഥയാണ് അതിൽ ഏറ്റവും പ്രധാനം. അമേഠി എന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരാജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഒരു ഓവർ റീഡിംഗ് ആണ്. നിലവിൽ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തുടർച്ചയായി 3ാം തവണയും രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയത്. പക്ഷേ അപ്പോഴും 25% വർധനവ് BJP ഉണ്ടാക്കിയിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അതിനുശേഷം നടന്ന ഉത്തർപ്രദേശിലെ 2017 തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും BJPയുടെ 5 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും BJPക്ക് വളർച്ച നേടാൻ സാധിച്ചു. ഒരുപക്ഷെ MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം പരാജയപ്പെട്ട സ്മൃതി അവിടെ ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു അമേഠിയിലെ പരാജയഭീതിക്കപ്പുറം ശക്തമായ ഒരു ഫൈറ്റ്, ആ ഫൈറ്റിനോടൊപ്പം തന്നെ ഒരു മണ്ഡലം പരിഗണിക്കുക എന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. അതിനവർ ആദ്യം പരിഗണിച്ചത് നമ്മുടെ സൂചനകൾ പ്രകാരം മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും 2 കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. അതിലൊന്ന് കമൽനാഥ് മത്സരിച്ചിരുന്ന ചിന്താവാദിയും ഈ പറയുന്ന അശോക് ചവാൻ മത്സരിച്ചിരുന്ന നന്ദോദയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കാണ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോയത്. നമ്മളോടൊപ്പം ഡെസ്കിൽ ഇപ്പോൾ വിജയകുമാർ ഉണ്ട്. നിമ്മി, 1-2 കാര്യങ്ങൾ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ട 2-3 ചോദ്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയി തീരുന്നത്? ദേശീയ തലത്തിൽ BJP എതിർക്കുന്ന കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടത് ഒരു CPI സ്ഥാനാർത്ഥി, അതും വിജയസാധ്യത CPIക്ക് ഇല്ലാത്തൊരു മണ്ഡലത്തിലാണോ മത്സരിക്കേണ്ടത് എന്ന വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യം വരാൻ സാധ്യതയില്ലേ? തീർച്ചയായും അരുൺ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. നരേന്ദ്രമോദി 2014 വഡോദരയിൽ നിന്നും അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നും വാരണാസിയിലേക്ക് വരുമ്പോൾ
80 സീറ്റ് ലക്ഷ്യം വെച്ചാണ് വരുന്നത്. അദ്ദേഹത്തിന് 73 സീറ്റ് അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ആ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി 16 സീറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. 16 സീറ്റ്. തമിഴ്നാട്ടിലെ അവസ്ഥ എന്നാണ്, തമിഴ്നാട്ടിൽ 10 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവിടെ ഒരു DMK, കർണാടകയിൽ 15 സീറ്റിലും 15 സീറ്റിൽ മത്സരിക്കുന്നു, 9 എടുത്ത മറ്റാണ് വിജയ സാധ്യത. അവിടെ തമിഴ്നാട്ടിൽ DMK വേവ് ഉണ്ട് എന്ന് സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സഹായമില്ലാതെ UPAക്ക് മുന്നേറാൻ കഴിയും. അവിടെ 10 സീറ്റിൽ ആ 10ഉം കോൺഗ്രസിന് കിട്ടി. പക്ഷേ മാത്രമല്ല വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലോ ഈ പറയുന്ന ശിവഗംഗയിലോ കന്യാകുമാരിയിലോ വേവ് ഉണ്ടാക്കും എന്നുള്ളത് രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, അല്ലെങ്കിൽ ബീഹാർ, പിന്നെ അങ്ങോട്ട് പോയാൽ മഹാരാഷ്ട്ര, അല്ലെങ്കിൽ ബംഗാൾ ഒക്കെ കേന്ദ്രീകരിക്കണം. ഹരിയാന, രാജസ്ഥാൻ അങ്ങനെ കേന്ദ്രീകരിക്കണം. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകയിലെയും ആന്ധ്രയിലും തെലങ്കാനയിലും രാഹുൽ ഗാന്ധിക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പറയട്ടെ. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പാളിപ്പോയ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നൊരു പക്ഷേ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. കേരളത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ അല്ലെങ്കിൽ കർണാടകയിലോ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിന് ഉണർവ് നൽകുമെങ്കിലും ദേശീയ തലത്തിൽ അത് കോൺഗ്രസിനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ഘട്ടത്തിൽ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. പ്രതിസന്ധിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രീയ ചോദ്യം അവിടെ BJP ഉയർത്തിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്തുകൊണ്ട് വയനാട് തിരഞ്ഞെടുത്തു? കാർഷിക പ്രശ്നങ്ങളാണെങ്കിൽ വിദർഭയാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും കർഷക ആത്മഹത്യ നടന്ന സംസ്ഥാനം, പ്രദേശം. അവിടെ മത്സരിക്കാമായിരുന്നല്ലോ. BJPയുടെ കർഷക വിരുദ്ധ സമീപനങ്ങളെ ചോദ്യം ചെയ്യാനാണെങ്കിൽ ഏറ്റവും നല്ലത് വിദർഭയാണ്. മാത്രമല്ല അമേഠിയിൽ തന്നെ കാർഷിക പ്രശ്നങ്ങളുണ്ട്, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിവാദങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളിൽ കാര്യമായിട്ട് ഇടപെട്ടില്ല എന്ന വിവാദവും നിലനിൽക്കുന്നു. മധ്യപ്രദേശിൽ കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടായ മണ്ഡലമുണ്ട്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ കർഷക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കി താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ കേരളത്തിൽ വയനാട് തിരഞ്ഞെടുക്കുമ്പോൾ അത് സുരക്ഷിതമായൊരു മണ്ഡലം തിരഞ്ഞെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ BJPക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ CPM-നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം CPM-ന് അനുകൂലമായി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ച തട്ടകങ്ങളിൽ അതിൽ രാഹുൽ ഗാന്ധി കടന്നു കയറാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തെ സംബന്ധിച്ച് വളരെ ഇന്റലിജന്റ് ആയ ഒരു ബ്രില്യൻ മൂവാണ്. ഒരുപക്ഷെ ഒരു പ്രത്യേക എമർജൻസി സാഹചര്യത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റുമായി രൂപപ്പെട്ട് വന്നതാണെങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസിന് CPM-നെ പരാജയപ്പെടുത്താനും ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താനുമുള്ള ഏറ്റവും വലിയൊരു സുവർണാവസരമായി കാണാമെന്നതിനപ്പുറം ദേശീയ തലത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഒരുപക്ഷെ വയനാട്ടിലെ ഈ രാഹുൽ ഗാന്ധിയുടെ മത്സരം ഉണ്ടാക്കാൻ സാധ്യതയില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. ഒട്ടും സാധ്യതയില്ല തന്നെയല്ല, പല ഘട്ടങ്ങളിലും പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും കോൺഗ്രസിന്. അല്ലെങ്കിൽ ഗുജറാത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലം, വഡോദരയോ പോലെ ഏതെങ്കിലും ഒരു മണ്ഡലം കൂടി മത്സരിച്ച് ഈ പറയുന്ന BJPയെ തട്ടകത്തിൽ എതിർക്കാൻ കൂടി ഞാൻ പ്രാപ്തനാണെന്ന് രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് റണ്ണറുമായിട്ട് മത്സരിക്കുന്ന ബാറ്റ്സ്മാന്റെ അവസ്ഥയാണ് ഒരുപക്ഷെ കേരളത്തിൽ CPI-ക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയുണ്ടാവുക. നേരിട്ട് നിങ്ങൾ മത്സരിക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ എതിർക്കുന്ന BJP-യുമായിട്ടാവണം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ഓൾറെഡി വന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. CPI-യുടെ രാഷ്ട്രീയ പ്രമേയം തന്നെ എന്താണ്? കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ CPM-നേക്കാൾ ശക്തമായി കോൺഗ്രസിന്റെ കൂടി സഹായമുണ്ടെങ്കിലേ ഒരു മതേതര ബദൽ കേന്ദ്രത്തിൽ സാധ്യമാകുമെന്ന് പൊന്നാനിയിൽ PV അൻവർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ അവർ തുറന്നു തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ പാർലമെന്റിൽ പ്രധാനമന്ത്രിയെ പരിഗണിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വരാൻ PV അൻവറിന് ഒരു വോട്ട് എന്നുള്ളതാണ് PV അൻവർ പോലും പൊന്നാനി മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൊന്നാനിയിൽ നിന്ന് അധികം ദൂരമില്ല വയനാട്ടിലേക്ക്. അതുകൊണ്ടാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ബാറ്റ്സ്മാനെതിരെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റണ്ണർക്കെതിരെ കളിക്കുന്നത് പോലെയുള്ള ഒരു ഗെയിം ആയിരിക്കും ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിക്കുക എന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ വിശകലനങ്ങൾ വരുന്നുണ്ട്. അത് ഏതർത്ഥത്തിലായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. വിജയൻ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് BJP ക്യാമ്പുകളെക്കാൾ കൂടുതൽ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നത് ഒരു പരിധിവരെ വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെയും CPI-ന്റെയും അണികളായിരിക്കും. ഈ PPVC ന്യൂറൊക്കെ ഒരു റായ്ബറേലി ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുഗുണമായി തീരില്ല രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രസൻസ് ഉണ്ടെങ്കിൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണമാണ് അരുൺ. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ BJP-ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി എന്ന നിലയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിന് വോട്ട് ചെയ്തത്. ഈ തവണയും ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. കാരണം പല നേതാക്കളും BJP-യിൽ നിന്ന് ടോം അടക്കമുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയപ്പോൾ CPM-ന്റെ ഒരു മുദ്രാവാക്യം ഇവർക്ക് വോട്ട് ചെയ്താൽ ഇവർ കൈപൊക്കുന്നത് BJP-ക്കായിരിക്കും. അത്തരമൊരു വിശദീകരണം
ന്യായീകരണവും വിശകലനങ്ങളും ഒക്കെ കേരളത്തിൽ നടക്കുമ്പോഴാണ് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ എതിരിടാൻ പോകുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്ന തീരുമാനമുണ്ടാകുന്നത്. സ്വാഭാവികമായും അത് ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കും. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പ്രസൻസ് വടക്കൻ കേരളത്തിൽ, ചുരുങ്ങിയത് വടക്കൻ കേരളത്തിലെങ്കിലും CPM-നെതിരായ ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കരുതാം. പ്രത്യേകിച്ച് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വടകരയിലും കോഴിക്കോട്ടും കാസർഗോഡും കണ്ണൂരും അതിന്റെ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ റിപ്പോർട്ടർമാരിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇത് കേരളത്തിലെ KPCC അല്ലെങ്കിൽ KPCCയുടെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വരുന്നത്. പകരം ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന രീതിയിൽ വടകരയും വയനാടും ഈ 2 മണ്ഡലങ്ങളും കഴിഞ്ഞ് 2 ദിവസങ്ങളായി ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്ന വാർത്ത വരുന്നത്. അതായത് ഇന്നലെ രാത്രി വരെ നടന്ന KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ ശക്തമായ ഇടപെടലിൽ വിജയൻ, എനിക്കൊന്നു ആ ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ സർപ്രൈസ് വയനാട്ടിലേക്ക് സമ്മാനിച്ചിട്ടുള്ളതാവാനാണ് സാധ്യത. നിലവിൽ KC വേണുഗോപാൽ അമേഠിക്കപ്പുറം മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഓപ്ഷൻസ് മഹാരാഷ്ട്രയിലുള്ള ഈ പറയുന്ന നന്ദോദയോ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ചിന്തുവരയോ ഇതേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ കർണാടകത്തിൽ തന്നെ വന്ന് മത്സരിക്കാം. കർണാടകത്തിൽ നേരത്തെ തന്നെ കർണാടകയിലെ PCC അധ്യക്ഷൻ പറഞ്ഞിരുന്നു. അതായിരുന്നു അരുൺ, എനിക്ക് തോന്നുന്നു കുറെ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാകുക. മാത്രമല്ല കർണാടകയിൽ മത്സരിച്ചിരുന്നെങ്കിൽ BJP-യുമായുള്ള നേരിട്ടുള്ള ഫൈറ്റ് വരുമായിരുന്നു. ചിക്കമംഗളൂർ മത്സരിക്കുന്നതോടെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി കോൺഗ്രസിന് പോകാമായിരുന്നു. ബെല്ലാരിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ സോണിയാഗാന്ധി വളരെ ശക്തമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത് വന്നു മത്സരിച്ച മണ്ഡലമാണ് ബെല്ലാരി. അതുമല്ല, ശിവഗംഗയിലോ കന്യാകുമാരിയിലോ ആയിരുന്നെങ്കിൽ ADMK-യുമായിട്ട് ശക്തമായ ഒരു മത്സരം ഉണ്ടാവുകയും BJP-യുടെ സഖ്യകക്ഷിയുമായി മത്സരിക്കുന്ന നേതാവെന്ന പ്രതീക്ഷ കന്യാകുമാരിയിലാണെങ്കിൽ അവിടെ BJP-യുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുമുണ്ട്. എക്സാക്ട്ലി. പക്ഷേ ഇവിടെ സംഭവിച്ചത് വയനാട്ടിൽ ഒരു 4ാം മുന്നണിക്ക് സാധ്യതയുള്ള മോദി വിരുദ്ധരായ 2 പേർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ദൃശ്യത്തിലേക്കാണ് സ്വാഭാവികമായും കേരളത്തിലേക്ക് വരിക. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. വയനാട്ടിൽ നിലവിൽ BDJS-ന്റെ കാൻഡിഡേറ്റ് ആണ്. BJP BDJS-ന്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ച് BJP-യുടെ കാൻഡിഡേറ്റിനെ നിർത്താൻ സാധ്യതയുണ്ടോ വയനാട്ടിൽ? അത്തരം സാധ്യതകൾ ഉണ്ട്, അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ BDJS-ഉമായിട്ടുള്ള സഖ്യവും കൂടി ഉള്ളതുകൊണ്ട് ആ നിലയ്ക്കുള്ള ആലോചനകൾ അതിൽ വേണ്ടി വരുമായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ BJP-യോട് മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊന്നും ഈ ഘട്ടത്തിൽ കാണുന്നില്ല. അല്ലെങ്കിൽ ആ നിലയിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലമൊന്നുമല്ല വയനാട്. BJP-ക്ക് അങ്ങനെ ഒരു 1 ലക്ഷത്തിനപ്പുറത്തേക്കൊന്നും വോട്ട് ഉയർത്താൻ സാധാരണഗതിയിൽ പറ്റുന്ന മണ്ഡലവുമല്ല. പരമാവധി പോയാൽ 1.5 ലക്ഷം വോട്ടുകളൊക്കെ BJP കിട്ടും. അതിനപ്പുറത്തേക്കുള്ള വോട്ട് ഷെയർ ഉള്ള മണ്ഡലമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ ഇതൊരു വലിയ പൊളിറ്റിക്കൽ സർപ്രൈസ് ആണ്. പക്ഷേ ദേശീയ തലത്തിൽ ഇറ്റ് വിൽ നോട്ട് ബി എ ഗ്രേറ്റ്